ചുറ്റുമനീസ് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ആക്ച്വലി ഇന്നലെ ഞാൻ മറ്റേ പ്രോംപ്റ്റ് ഒക്കെ ഇട്ട് ചോദിച്ചപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു വ്ളോഗ് ഇട്. എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള മെസ്സേജസും അത് തന്നെയായിരുന്നു, വ്ളോഗ് ഇടുന്നായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടൊരു വ്ളോഗൊക്കെ ഇടാം, എങ്ങനെയാവും ആൾക്കാരുടെ റെസ്പോൺസസ് എന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചു. സോ യെസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു മൈ ഫസ്റ്റ് വ്ളോഗ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഇന്ന് ആക്ച്വലി പുറത്തോട്ട് വരെ പോകണം. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയും പിന്നെ കുറച്ച് പുറത്ത് പോയിട്ടുള്ള കാര്യങ്ങളും, അത് സ്റ്റുഡിയോയിൽ എന്തോ ഡ്രസ്സ് എടുക്കാൻ എന്തോ പോകണമെന്ന് ചേച്ചിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ച ഫസ്റ്റ് വ്ളോഗ് പുറത്തുനിന്ന് എടുക്കാമെന്ന്. അപ്പോൾ യെസ്, നമുക്ക് ഒരുങ്ങിയിട്ട് വേഗം വരാം. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് ബാക്കി കഥ പറയാം. സോ യെസ്, ആദ്യം ഞാനാണ് മോയ്സ്ചറൈസർ ഇടും. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള എൻ്റെ അത് അത്യാവശ്യം നല്ല ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ട് എനിക്ക് ഈ മോയ്സ്ചറൈസർ ഭയങ്കര നല്ലത്. ഇത് ആക്ച്വലി മോയ്സ്ചറൈസർ അല്ല, മറ്റേ ബേബി ലോഷനാണ് അത്. പക്ഷെ നല്ല ബേബി ലോഷനാണ്, നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബേബി ലോഷൻ. ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എൻ്റെ സ്കിന്നെല്ലാം കൂടി ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങും. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇടേണ്ട കാര്യം പോലും എനിക്ക് വരാറില്ല അങ്ങനെ. അത്രയ്ക്ക് നല്ലൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ നമ്മുടെ സൺസ്ക്രീൻ ഇടും. സൺസ്ക്രീൻ ഏറെക്കുറെയൊക്കെ തീരാറായി, പുതിയത് വാങ്ങേണ്ട സമയം വല്ലാതെ അതിക്രമിച്ചിരിക്കുന്നു. സൺസ്ക്രീൻ നമ്മൾ എപ്പോഴും ഇടുമ്പോൾ അതാ പീസ് ഇങ്ങനെ ഇടണം. ഇത് രണ്ടും കൂടെ ഞാനിങ്ങനെ ഭയങ്കര മേക്കപ്പ് ഇടാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല. എനിക്കിഷ്ടമാണ് ഒരുങ്ങാൻ, പക്ഷേ ഞാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് പല വഴിക്കായി പോകാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ക്യാമറയെ നോക്കി ഒരുങ്ങാൻ ഒട്ടും, ഫോണിൻ്റെ ക്യാമറ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ക്യാമറയെ നോക്കി ഒരുങ്ങാൻ തീരെ ഫീലും ഇല്ലാത്തതുകൊണ്ട് ഇത് കുറച്ചധികം ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, സൗന്ദര്യം ഒരു ശാപമായിട്ട് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമുക്കധികം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് എൻ്റെ BB ക്രീമാണ്. ഇത് ഞാൻ കുറച്ച് ഇടാറുണ്ട്, അത്രേ ഇടാറുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം ലിപ്സ്റ്റിക്ക് നിങ്ങളെ. ലിപ്സ്റ്റിക്ക് ഞാൻ തുടക്കത്തിലെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ഇടാണ്ട് എന്ത് ചെയ്താലും എനിക്കൊരു സമാധാനവും സന്തോഷം കിട്ടാറില്ല. എൻ്റെ ജീവിതത്തിന് വളരെ ഒരു വലിയ പങ്ക് തന്നെ ലിപ്സ്റ്റിക്ക് വഹിക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു സത്യമാണ്. ഈ കണ്ണാടി നോക്കാതെ എങ്ങനെയല്ലേ ഞാൻ ആക്ച്വലി ഒരുങ്ങിയത് കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നതോ. ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് എനിക്ക് നല്ല ഭംഗി തോന്നുന്നുണ്ട്, പക്ഷേ കണ്ണാടി നോക്കുമ്പോൾ ഒരു കാശിനും കൊള്ളുന്ന കാര്യം. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. BB ക്രീമൊക്കെ നമ്മൾ ഇടുമ്പം ഇങ്ങനെ ഡാബ് ചെയ്തൊക്കെ കൊടുക്കണം. പക്ഷേ എനിക്ക് ആക്ച്വലി അങ്ങനെ ഇടുന്നതിനേക്കാളും എനിക്ക് എപ്പോഴും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് വിടുമ്പോഴാണ് ഒരു നാച്ചുറൽ ഫീല് നമുക്ക് കിട്ടുമല്ലോ. മറ്റേത് ഭയങ്കരമായിട്ട് നമ്മൾ ഒരുങ്ങിയ പോലൊരു ഫീൽ അല്ലാണ്ട് ഒരു നാച്ചുറൽ ഫീല് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ BB ക്രീം ഇങ്ങനെ തൂത്ത് വിടുമ്പോഴാണ് എനിക്കത് കിട്ടാറുള്ളത്. ഞാൻ അതിന് വേണ്ടിയിട്ട് BB ക്രീം ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു മറ്റേ ബ്രഷൊക്കെ വാങ്ങിച്ചു വെച്ചു. അതിപ്പോൾ ചേച്ചിയുടെ കൊച്ചെടുത്ത് കളിക്കുന്നുണ്ട്. അല്ലാതെ എനിക്കത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായിപ്പോയി, വെറുതെ വാങ്ങിച്ച പോലെ ആയിപ്പോയി. സോ യെസ്, എൻ്റെ ഒരുക്കം ഏറെക്കുറെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ ഉണ്ടോ എന്ന്. സോ യെസ്, ഞാൻ ലിപ്സ്റ്റിക്ക് കാണിച്ചായിരുന്നല്ലോ, ഇതാണ് ഞാനൊന്ന് ലിപ്സ്റ്റിക്ക്. ഇത് അവർക്ക് ഇങ്ങനെ ഇടാനുള്ള ആഗ്രഹം കൊണ്ട് കുറച്ചും കൂടെ ഈ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണേ. എനിക്കറിയാൻ പാടില്ല എല്ലാ സ്കിൻ ടോണുകാർക്കും ഇത് ഓക്കെ ആണോ എന്ന്, പക്ഷെ നല്ല ന്യൂഡ് ഷെയ്ഡാണ്. അപ്പം ഞാൻ വേഗം പോയിട്ട്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ, ഇതെൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ വേഗം പോയി എൻ്റെ മുടിയും കൂടെ സ്റ്റൈൽ ചെയ്ത് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ചാച്ച ബബായി പറയണ്ടല്ലോ. ഓക്കെ, വേഗം പോയിട്ട് ഓടി വരാം. 3, 2, 1 വന്നു ഞാൻ. ഓക്കെ, അപ്പം അങ്ങനെയാണ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ആൻഡ് നമുക്ക് ഇത് ഭയങ്കരമായിട്ട് തന്നെ വേർക്കുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ പോവാണ്. ഇതാട്ടോ എൻ്റെ ബാഗ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആൻഡ് എൻ്റെ സൺഗ്ലാസ് വെച്ച് കാണിക്കാതെ. ഞാൻ ഈ വീഡിയോയ്ക്കകത്തൊക്കെ ഞാൻ സൺഗ്ലാസ് ഒക്കെ ഇപ്പോൾ എനിക്കെന്തോ ഭയങ്കര കോമഡി ആയിട്ട് തോന്നാറുണ്ട്. എൻ്റെ മുഖത്തിൻ്റെ പ്രശ്നമാണ്. എന്നാലും ഒരു സ്റ്റൈലിന് വേണ്ടി വയ്ക്കാം. ഇത് എൻ്റെ ലൈറ്റിൻ്റെ സെറ്റപ്പ് കേട്ടോ. അപ്പം നമുക്ക് പുറത്ത് പോയിട്ട് ബാക്കി വിശേഷം പറയാം. ബയോ.
ഇങ്ങനൊരു സാധനം വെക്കൂലേ? ബാ, നമ്മളെങ്ങനെ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. അപ്പം ബസ്സിൽ സ്റ്റോപ്പിലോട്ട് കുറച്ച് ദൂരമുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഒരു 2 മിനിറ്റൊക്കെ നടക്കാനുള്ള ദൂരമുണ്ട്. സോ നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര വെയിലാണ് ഇപ്പം. എന്തൊരു വെയിലല്ലേ. ഇങ്ങനെ കെട്ടിയിട്ട് കെട്ടുമ്പോൾ അറിയാം. എടുത്തുതരാം. നമ്മൾ ബസ് കാത്തു നിൽക്കുക. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഒരു ബസ് പോയി. അപ്പം അടുത്ത ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ്. എനിക്കിങ്ങനെ കവലയിൽ നിന്നിട്ടൊക്കെ വീഡിയോ എടുക്കും എന്തോ പോലെ. കുറേ കഴിയുമ്പോൾ ചമ്മൽ മാറുമായിരിക്കും. ഭയങ്കര ചമ്മലാണ് എനിക്കിങ്ങനെ. അതെ, ബസ് വരട്ടെ. ബസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇനിയിപ്പോൾ ഞാൻ ബസ്സിൽ കയറി ഈ സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് വല്ല ക്ലിപ്പ് എടുക്കാൻ പറ്റിയാൽ ഞാൻ എടുക്കാതെ. അറിയത്തില്ലല്ലോ ബസ്സിൽ ഭയങ്കര തിരക്കാണോ തെള്ളാണോ എന്നുള്ളതൊന്നും. അതുകൊണ്ട് ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് ചെന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ വന്നു. ഇവിടെ കുറേ നല്ല കളക്ഷൻ കിടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴത്തേക്കും ഇവിടെ ഫുള്ളും മറ്റേ ഓഫറായിരുന്നു. ബൈ 1 get 1 ഫ്രീ. നല്ലതാണ്. ഞാൻ നിങ്ങളെ കളക്ഷൻ കാണിച്ചു തരാം. ഇത് കോട്ടയത്തെ സ്റ്റുഡിയോ. കോട്ടയത്തെ സ്റ്റുഡിയോ. അപ്പം ഈ അടുത്തെങ്ങാണ് ആരെങ്കിലും ഈ സ്റ്റുഡിയോയിലോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കളക്ഷൻ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇത് കൊള്ളാം. ഇതെനിക്കിഷ്ടപ്പെട്ടു. ദിസ് വൺ ഒരുമാതിരിപ്പെട്ട കുറേ നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വന്ന് കയറിയപ്പോൾ മറ്റേ ബൊമ്മയിലിട്ടിരുന്നു ഇതാ. ഞാൻ പിന്നെ ഈ സെക്ഷനിലോട്ട് അധികം അങ്ങനെ വരാറില്ല. ഇപ്പോൾ ചേച്ചിനെ കൊണ്ട് വന്നതുകൊണ്ടാണ്. ചെരുപ്പൊക്കെ കൊള്ളാം, നല്ല ചെരുപ്പുകൾ ഇഷ്ടം പോലെ ഇല്ല. ചേച്ചിനെ കൊണ്ട് വന്നുകൊണ്ടാണ്. ഇത് കൊള്ളാം അല്ലേ? എനിക്കിത് ഇഷ്ടപ്പെട്ടു. ചേച്ചിനെ കൊണ്ട് വന്നുകൊണ്ടാണ് ഈ സെക്ഷനിലോട്ടൊക്കെ കയറുന്നത് തന്നെ. അല്ലെങ്കിൽ സാധാരണ ഞാൻ മറ്റേ ടീഷർട്ടിൻ്റെ സെക്ഷനിൽ പോയി 2 ടീഷർട്ടൊക്കെ എടുത്തിട്ട് തിരിച്ചു വരും. സ്റ്റുഡിയോയിലെ കളക്ഷൻസ് ഇപ്പോൾ പാൻറ്റൊക്കെ കൊള്ളാം. എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. യെസ്, കൊള്ളാം, നല്ല. അതെടുത്തോ. പാൻറ് ഇടാതിടാനാണോ? നോക്കട്ടെ. ഈ നല്ല ഡ്രസ്സ് തപ്പിപ്പിടിക്കാന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് തന്നെയാണ്. പിന്നെ അയ്യോ, ഇത് കണ്ടോ ഞാൻ കാണിച്ച ഇത്? ഈ ഡ്രസ്സൊക്കെ കണ്ടോ? ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചിലതൊക്കെ നല്ല രസമായിട്ട്. സീ, ഹായ് ഗൈസ്. ഈ പൊക്കമില്ലാത്തതുകൊണ്ട് ഇത് കണ്ടോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ പൊക്കമില്ലാത്തതുകൊണ്ട് ഇത്ര കാണുള്ളൂ. ഇങ്ങനെ പൊങ്ങി നിൽക്കാം വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ. യെസ്, അത് നല്ല രസമുണ്ട്. എടുത്തോ. കൊള്ളാം. എത്ര രൂപയാ? എടുത്തോ. അതിനിപ്പോൾ എന്നാ ഇട്ട് നോക്കിട്ടോ. ഇതേ അവിടെ എനിക്കുണ്ടല്ലോ. ഞാൻ വരുമല്ലേ. എനിക്ക് സ്റ്റുഡിയോയിലെ ആക്സസറീസ് ഭയങ്കര ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് ഇവിടുത്തെ എല്ലാ ആക്സസറീസും അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു ക്ലാസി ലുക്കൊക്കെ നമുക്ക് തരുന്ന ആക്സസറീസ്. സോ ഞാൻ ആക്സസറീസ് കൂടുതലും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം. അതല്ലാണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ അത് കൂടുതലും സ്റ്റുഡിയോയിൽ നിന്നായിരിക്കും. ഞാൻ കാണിച്ചു തരാവേ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ കണ്ടോ? ചില ആക്സസറീസ് ഭയങ്കര നല്ലതാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ വള ഇത് ഇവിടുത്തെയാണ്.
ഞാൻ എൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ആകെ ഈ ഒരു മിറർ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതേ കുറേ ചെരുപ്പിൻ്റെ ഒക്കെ ഉണ്ട്. ചെരുപ്പൊക്കെ കൊള്ളാം കേട്ടോ. ചെരുപ്പും ബാഗും ആക്സസറീസും മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടുത്തെ ഇഷ്ടമാണ്. ഇതൊക്കെ കണ്ടോ, നല്ല രസമില്ലേ? ഇത് ബ്രേസ്ലെറ്റ് ആകുമ്പോൾ അതെ. ദേ സ്റ്റഡൊക്കെ എന്ത് രസമാണ്. എനിക്ക് ഇവിടുത്തെ കളക്ഷൻസ് അല്ലെങ്കിലും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഇയറിങ്സ് ഇന്നൊക്കെ 99 രൂപയേ ഉള്ളൂ. പക്ഷേ ഇയറിങ് എന്ത് രസമാണ് കാണാൻ. നല്ല ഒത്തിരി കളക്ഷൻ ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒന്നും എനിക്ക് എടുത്താൽ ശരിയില്ല. എനിക്ക് പറ്റാ കുഞ്ഞ് സ്റ്റഡേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജിമിക്കി. അതൊക്കെ രസമുണ്ടല്ലേ. ഞാനുണ്ടല്ലോ സ്റ്റുഡിയോ കയറി കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള ത്വര ഭയങ്കര കൂടുതലാണ്. പണ്ടൊക്കെ അങ്ങനത്തെ ത്വരയില്ലായിരുന്നു. ഇപ്പോൾ 10 പൈസ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം അങ്ങനത്തെ ത്വര ഭയങ്കര കൂടുതലാണ്. നല്ല രസമുണ്ട്. നല്ലതാ, എടുത്തോ. സോ അവൾ തപ്പി പിടിച്ച ഒരു ഡ്രസ്സ് ഞാൻ തപ്പി എടുത്തുകൊണ്ട് വരാവേ. അത് അവൾ ഒരെണ്ണം ട്രയൽ ചെയ്ത് നോക്കി, പക്ഷെ അത് അവൾക്ക് സൈസ് ഭയങ്കര ചെറുതാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ എക്സൽ അവൾക്ക് വേണം. എക്സൽ ഇല്ലേ? മീഡിയം ഏത്? ഇവിടെ വാ. ഇതിനെ കൊണ്ട് എവിടെയെങ്കിലും പോയാലുണ്ടല്ലോ വലിയ പാടാ. വാ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭൂമി പിടിച്ചോണ്ട് പോകും കുഞ്ഞിനെ. ഞാൻ ആ ഡ്രസ്സ് കാണിച്ചു തരാം. അതാ അവളെടുത്ത ഡ്രസ്സ്. വാ. അവൾക്ക് ആക്ച്വലി ആ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നല്ല പറഞ്ഞു. സോ അങ്ങനെ മമ്മിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണമെന്ന് അവൾ പറഞ്ഞായിരുന്നേ. സാധാരണ മമ്മിക്ക് ഒരു ചെരുപ്പും പറ്റത്തില്ല. മമ്മിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മമ്മിക്ക് പൊതുവേ നല്ല കാലുവേദനയുണ്ട്, മമ്മിക്ക് വാദത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മമ്മിക്ക് പൊതുവെ ഒരു ചെരുപ്പും പറ്റില്ല. പക്ഷെ മമ്മിക്ക് ഏതെങ്കിലും ചെരുപ്പ് പറ്റുന്നുണ്ടെങ്കിൽ അത് സ്റ്റുഡിയോയിലെ ചെരുപ്പാണ്. മമ്മി എന്തോരം ചെരുപ്പ് മാറി മാറി ട്രൈ ചെയ്തിട്ടാന്ന് പറയുന്നത് സ്റ്റുഡിയോയിലെ ചെരുപ്പിലോട്ട് എത്തിയത്. പക്ഷെ അത് മമ്മിക്ക് നല്ലതാണ്. മമ്മിക്ക് കാലിന് ഒരു പ്രശ്നമില്ല ഇപ്പം. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ആക്സസറീസ് ഭയങ്കര ഇഷ്ടമാണ്. അതിന് നല്ല രസമില്ലേ? ഇതൊക്കെ കണ്ടോ? റിങ്ങാ, എന്ത് രസമാണ്. റോബിനില്ലല്ലോ. റോബിനാണ് ഭയങ്കര ഇഷ്ടമാണ്. അവളോട് നിൽക്കുന്നത് ആരും ഇല്ലാന്നാണ്. പിന്നെ നല്ല കുറച്ച് കളക്ഷൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. റിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റിങ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിനെത്ര? 99 രൂപയേ ഉള്ളൂ. 99 രൂപയേ ഉള്ളൂ എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും, 99 രൂപയാണ്. ശരിയാണ്, ഞാനും അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. 20 രൂപയ്ക്ക് 30 രൂപയ്ക്കൊക്കെ എടുക്കാവുന്ന ചിലപ്പോൾ 99 രൂപ കൊടുത്ത് എടുക്കേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ അവിടെ ഒരു നല്ല ചെരുപ്പാണ്. കണ്ടോ, ഇതാ ഇവളെടുത്ത ഡ്രസ്സ്. ചിരിക്കൂ. ചെരുപ്പിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. നല്ല രസമില്ലേ ചെരുപ്പ് കാണാൻ? എനിക്ക് ചെരുപ്പ് അങ്ങ് ഇഷ്ടപ്പെട്ടു. എത്ര രൂപയാണെന്ന് പറഞ്ഞത്? 299 ഉള്ളൂ. എടാ, ഇത് 299 രൂപയ്ക്ക് വർത്ത് തന്നെയാണ്. പക്ഷെ പൊട്ടിപ്പോകുമെന്ന് തോന്നുന്നു. എനിക്കറിയാൻ പാടില്ല. ഞാനങ്ങനെ സ്റ്റുഡിയോയിലെ ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. നല്ല രസമില്ല ഇത് കാണാൻ? ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ലെയറിലുള്ള എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. മമ്മിക്ക് ചെരുപ്പ്, മമ്മി സാധാരണ വാങ്ങുന്ന അത്ര ചെരുപ്പൊന്നും ഇവിടെ കാണുന്നില്ലായിരുന്നെങ്കിൽ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാറുണ്ട്. അത് മമ്മിക്ക് ഭയങ്കര, എനിക്കറിയാൻ പാടില്ല. എനിക്ക് കാലുവേദന ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഞാൻ കാണിച്ചു തരാം. മമ്മിയുടെ ചെരുപ്പ് കാണുന്നില്ല. ഈ മോഡലൊക്കെയാണ് ആ ചെരുപ്പ് വരുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അതിൻ്റെ വർക്കല്ല, മറ്റേ എന്നാ പറയുന്നത്, അതിൻ്റെ അകത്തെ മറ്റേ അതിന് പറയുന്നത് എന്താ, സോളോ, ആ സാധനം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ മറ്റേ സോളെന്നാണ് തോന്നുന്നത് അതിന് പറയുന്നത്. നല്ലതാ എടുത്തോ. യെസ്, അങ്ങനെ അവളുടെ ഡ്രസ്സിൻ്റെ സെലക്ഷനൊക്കെ കഴിഞ്ഞു. എൻ്റെ കണ്ണുണ്ടല്ലോ ഇങ്ങനെ ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് ഇങ്ങനെ വളരെ രൂക്ഷമായിട്ട് നോക്കുന്നു. എനിക്ക് ആ ചെരുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
പക്ഷെ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യണം. കാരണം ഈ മാസം എനിക്ക് എന്തോരം രൂപ ചിലവായെന്നറിയാം. ഇങ്ങനെ ഏതെങ്കിലും കടയിൽ പോകും, കുറേ സാധനം എടുക്കും, തിരിച്ചു വരും, ബാങ്ക് ബാലൻസ് നോക്കും, പിന്നെയും കടയിൽ പോകും, സാധനം എടുക്കും, തിരിച്ചു വരും, ബാങ്ക് ബാലൻസ് നോക്കും, പിന്നെയും കടയിൽ പോകും, സാധനം എടുക്കും, തിരിച്ചു വരും, ബാങ്ക് ബാലൻസ് നോക്കും. ഇത് തന്നെ എനിക്ക് ഈയിടെയായിട്ട് സെൽഫ് കൺട്രോൾ തീരെ ഇല്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്കെന്ന് വെച്ചാൽ കൊച്ചിയിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ അത്യാവശ്യം നല്ല ദാരിദ്ര്യം, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലാന്നല്ല ഞാൻ പറഞ്ഞേ, അത്യാവശ്യം നല്ല കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചിയിൽ ആഗ്രഹിച്ചത് ഒന്നും എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എനിക്കറിയത്തില്ല, അത് ചെരുപ്പിൻ്റെ കാര്യം എനിക്ക് വലിയ ധാരണയില്ല. ഞാനിടാം, പക്ഷെ ഞാനിപ്പോൾ എനിക്കറിയത്തില്ലല്ലോ, എനിക്കിട്ട് നോക്കിയല്ല അറിയത്തുള്ളൂ. എന്നാൽ അതെടുത്ത് തൊട്ടോ, അതാ ഞാനും പറഞ്ഞു. അപ്പം കൊച്ചു നിൽക്കുന്നോ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിനാ ആദ്യത്തെ കാര്യം. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഈ കുഞ്ഞിലെ ഞാനിങ്ങനെ നമ്മൾ ഈ കുഞ്ഞിലെയൊക്കെ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ, ചെറുപ്പത്തിൽ അതൊക്കെയാണല്ലോ പ്രൈസ്, അങ്ങനെ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ പോലും വാങ്ങിക്കണം എന്ന് വാങ്ങിച്ച് തരാനുള്ളൊരു സാഹചര്യം വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ പോയിട്ട് ഞാനായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയ കാലത്ത് ഞാൻ ആവശ്യമില്ലാതെ ചിലവാക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് വേണ്ടിയിട്ട് 10 രൂപ മുടക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു, പ്രത്യേകിച്ച് എനിക്ക് അറിയാൻ പാടില്ല എത്ര പേർക്ക് ഇത് ഫീൽ ചെയ്യും, എത്ര പേർക്ക് ഇത് റിലേറ്റബിൾ ആയിരിക്കും, പക്ഷേ ശരിക്കും നമുക്ക് വേണ്ടിയിട്ട് ഒരു 10 രൂപ മുടക്കിയാൽ കിട്ടുന്നൊരു സമാധാനവും സാറ്റിസ്ഫാക്ഷനും ഉണ്ട്. അത് എനിക്കറിയാൻ പാടില്ല. അത് പൈസ പോയി കഴിയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും, അത് വേറൊരു സൈഡാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് വേണ്ടിയിട്ട് നമ്മളായിട്ട് പൈസ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്, ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണത് ലൈഫിൽ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആഗ്രഹിച്ച സമയത്ത് നമുക്കൊന്നും കിട്ടാതിരുന്നിട്ട് ഇപ്പോൾ നമ്മളെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ്. സോ എനിക്കപ്പോൾ എല്ലാ പെൺപിള്ളേരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ചോ വേറെ എന്തെങ്കിലും രീതിയിലോ പഠിച്ച് തന്നെ, അത് നിങ്ങൾ കുറേ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടുന്നുള്ളൂ. ഇന്നത്തെ കാലത്തൊക്കെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇഷ്ടംപോലെ മാർഗ്ഗം. നമുക്കിപ്പം ഈ പറഞ്ഞതുപോലെ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്, നിങ്ങളുടെ ടാലൻറ്റ് വെച്ച് തന്നെ ഇന്നത്തെ ഒരു കാലത്ത് നിങ്ങളുടെ ടാലൻറ്റ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് പെൺപിള്ളേരോട്, ആൺപിള്ളേർ ഒബ്വിയസ്ലി ജോലി തേടി പോകുമല്ലോ, അത് അവർ ആവശ്യമാണല്ലോ. നമ്മളുടെ ഒരു ചുറ്റുപാടൊക്കെ വെച്ചിട്ട് ആണുങ്ങൾ ഇപ്പോഴും ജോലിക്ക് പോകണം, കഷ്ടപ്പെടണം എന്നുള്ളൊരു നിലപാടിലാണല്ലോ. പക്ഷെ അതല്ലാതെ പെൺകുട്ടികൾ എന്ത് വന്നാലും നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ടാഗ് നിൽക്കാതെ എടുക്കാൻ പറ്റുന്നൊരു നിലയിലോട്ട് നിങ്ങൾ എത്തണം. സോ ഞങ്ങളിങ്ങനെ മമ്മിയുടെ ചെരുപ്പ് നോക്കണം, ഞാൻ പറഞ്ഞില്ല മമ്മിയുടെ ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ എന്താ പറയുക, കാലുവേദന ഉള്ളൊരു കാര്യം ഞാൻ പറയാം. നിങ്ങളാണെങ്കിൽ കാലുവേദനയായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഏത് ചെരുപ്പിട്ടാലും കാലിന് പറ്റുന്നില്ല എന്നാണെങ്കിൽ സ്റ്റുഡിയോയിലെ ചെരുപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എൻ്റെ മമ്മിക്ക് അങ്ങനെയായിരുന്നു, ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ മമ്മിക്ക് ഇത് പറ്റും. ഇപ്പം മമ്മി സ്റ്റുഡിയോയിലെ ചെരുപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ മമ്മി യൂഷ്വലി ഉപയോഗിക്കുന്ന ഇന്നിവിടെ ഇല്ല. വേറൊരു സാധനം ഉണ്ട്, അതിൻ്റെ മോഡൽ തന്നെയാണെന്ന് തോന്നുന്നു, നോക്കട്ടെ. ഞാൻ ഇട്ടിട്ടുണ്ട്, നല്ലതാ, എനിക്കിഷ്ടപ്പെട്ടു. ഇതൊക്കെ കണ്ടു, ഇതൊക്കെ എന്താ, ഇതെന്താ ഇത്? ബ്രേസ്ലെറ്റും അല്ലായിരിക്കും അല്ലേ? മൊബൈൽ ചാംസ് അതൊക്കെ ഉണ്ടോട്ടോ സ്റ്റുഡിയോയിൽ, ഞാൻ നോക്കിയപ്പോഴാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ മമ്മിയുടെ ചെരുപ്പ് കാണിച്ചു തരാം. അത് ഈ മോഡൽ ചെരുപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, കാലുവേദനയുള്ളവർക്ക് പറ്റുന്നതാണ് ചെരുപ്പ്. അങ്ങനത്തെ നോക്കണേ. ലിപ് ഗ്ലോസ് ഇതെടുത്തോ. ഇതോ? അത് മറ്റേതൊക്കെ കളറുള്ളതാണ്, ലിപ് ഗ്ലോസ് തന്നെയാണ്. അത് ട്രയലിന് വെച്ചിരിക്കുന്ന. അയ്യോ, അങ്ങനെ കുറച്ച് ലിപ്സ്റ്റിക്സിൻ്റെ ഷെയ്ഡ് അങ്ങനെ നല്ലതൊന്നും. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം, വെയിറ്റ്. നല്ല ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ ഷെയ്ഡ്സ്. സ്റ്റുഡിയോയിൽ ഞാനങ്ങനെ അധികം കാണാത്ത കേട്ടോ ബ്രൗൺ ഷെയ്ഡ്. പക്ഷേ ഇത് കണ്ടോ, നല്ല കുറേ ബ്രൗൺ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ബ്രൗൺ ഷെയ്ഡിനോട് പണ്ട് ഭയങ്കര താല്പര്യം. പണ്ട് തുടങ്ങിയല്ല, ഒരു പ്രായം കഴിഞ്ഞ്, പണ്ടൊക്കെ പിങ്ക് ആയിരുന്നു എനിക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്രൗൺ ഷെയ്ഡ്സിനോട് ഭയങ്കര താല്പര്യമാണ്. ഇപ്പോൾ വന്നാൽ ബേബി ഷെയ്ഡൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല ഷെയ്ഡ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും ചെയ്യുന്ന ഷെയ്ഡാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പ്ലം വെൽവെറ്റ് B02 ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡാണ്. ആരെങ്കിലും എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ വന്നാൽ മതി. ഇതും ഓൾമോസ്റ്റ് എല്ലാവർക്കും ചേരുന്നതാണ്. ഇത് ബ്ലിസ് BR01 കാണാമോ? കാണത്തില്ല. ബ്ലിസ് BR01 മാറ്റ.
സ്റ്റുഡിയോ ഓൾ ഡേ മാറ്റ് ലിപ് കളർ. ആരെങ്കിലും ഐ മീൻ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും ഈ ഷെയ്ഡ്സൊക്കെ. ഇപ്പോൾ ഞാൻ കാണിച്ച ഷെയ്ഡൊക്കെ ഈ ഷെയ്ഡും അത്യാവശ്യം നല്ലതായിരിക്കും. പക്ഷേ ഇതിവിടെ സോൾഡ് ഔട്ട് ആണ്. ഇത് ബെറി ക്രഷ് B01. ഇതൊരു റെഡിഷ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അവിടെ ഭയങ്കര ഇടിയാണ്. ഞാൻ കണ്ടില്ലായിരുന്നു. അത് വേണമെങ്കിൽ എടുത്തോ. ഞാൻ കണ്ടില്ല, ഞാനത് അപ്പുറത്തുനിന്ന് എടുത്തതേ. അതുകൊണ്ട് ഈ ഡ്രസ്സ് കണ്ടോ, നല്ല കുറേ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട് നല്ലത്. അങ്ങനെ തീരെ കൊള്ളാത്ത കളക്ഷനാണെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട്. അയ്യോ, ഇത് മമ്മയുടെ ചെരുപ്പ്. ഒരു മിനിറ്റ്. സോ യെസ്, അങ്ങനെ നമ്മളുടെ ഓൾമോസ്റ്റ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടി ഞാൻ ഈ ടീഷർട്ടിൻ്റെ ഏരിയയിലോട്ട് പോകാനോട് എനിക്ക് പേടിയാണേ. ഞാൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നുള്ള എല്ലാം കൂടെ വാരിപ്പറക്കി എടുക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടീഷർട്ട് എടുക്കാൻ വന്നപ്പോൾ ഞാൻ മറ്റേ 199 ടീഷർട്ടാണ് കൂടുതലും എടുക്കാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ കളക്ഷൻ ഭയങ്കര കുറവായിരുന്നു. ഈ പ്രാവശ്യം കുറേ വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം വന്നെടുത്താൽ മതിയായിരുന്നു. അന്ന് ഞാൻ ഒരു 3-4 ഷർട്ട് ഒരുമിച്ച് എടുത്തായിരുന്നു, ടീഷർട്ട് ഒരുമിച്ച് എടുത്തായിരുന്നു. നല്ല കുറച്ചധികം കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഈ 299 ഓവർ സൈസ്ഡ് ടീഷർട്ട്സും ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാം നല്ലതാണ് കേട്ടോ. എനിക്കറിയാൻ പാടില്ല എത്ര പേര് വന്ന് നോക്കിയിട്ടുണ്ടെന്ന്. പക്ഷേ ഓവർ സൈസ്ഡ് ടീഷർട്ടൊക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നല്ലതായിരിക്കും ഇവിടുത്തെ 299 ടീഷർട്ട്. അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഐ മീൻ ഒരു ക്യൂട്ട് പൂക്കി വൈബൊക്കെ ഉണ്ടാവും. അമ്മ ബില്ലടിക്കാൻ പോയതാണ്. ബില്ലടിക്കാൻ പോയ സ്ഥിതിക്ക് നമുക്ക് ധൈര്യമായിട്ട് നോക്കാം. അത് പെൺപിള്ളേരുടെയാണ്. ഇഷ്ടപ്പെട്ടു. ഇവൻ ആക്ച്വലി പിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. പിങ്കിലുള്ള എന്ത് കൊടുത്താലും, ആരും കൊച്ചിന് പിങ്കിൽ കൈവശം കൊടുത്ത പോലെയാണ്. പിങ്കിൽ എന്ത് കൊടുത്താലും അവന് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് പിങ്ക് ഡ്രസ്സ് ഇവിടെ കാണുമ്പോഴേ, പെൺപിള്ളേരുടെ ഇതിൽ എപ്പോഴും പിങ്ക് ഒരു ഹൈലൈറ്റ് സാധനമാണല്ലോ. പിങ്ക് ഡ്രസ്സ് എവിടെ കണ്ടാലും അവൻ അതിനകത്തോട്ട് വീഴും. ഇത് കണ്ട് ഈ പ്രാവശ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീംഡാണ് കേട്ടോ. കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറേ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സസ്. ഞാൻ ഇത് 199 ടീഷർട്ട് ഞാൻ പറഞ്ഞത് 299 ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. പിന്നെ ഞാൻ കാണിച്ചു തരണമെന്ന് വിചാരിച്ച സാധനമാണ് ഇവിടുത്തെ നെയിൽസ്. ഇവിടുത്തെ നെയിൽസൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും. അല്ലെങ്കിൽ ഞാൻ ഓൺലൈനിലാണ് കൂടുതലും നെയിൽസ് വാങ്ങിക്കാറുണ്ട്. നെയിൽസൊക്കെ ആർക്കെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ, നല്ലതാണ്. പിന്നെ ഞാൻ സ്റ്റുഡിയോയിൽ വളരെ റീസെൻ്റായിട്ട് കണ്ട ഒരു സാധനമാണ് ഈ പറഞ്ഞ പോലെ മറ്റേ നൈറ്റ് വെയേഴ്സ്. ഇഷ്ടം പോലെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. നല്ല കുറേ നൈറ്റ് വെയേഴ്സ് വന്നിട്ടുണ്ട്. നല്ല കളക്ഷനാണ്. നല്ല കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഞാനങ്ങനെ സ്റ്റുഡിയോയിൽ കാണാത്തൊരു സാധനമായിരുന്നു നൈറ്റ് വെയേഴ്സ്. പക്ഷേ ഇപ്പം ഞാൻ ഈയിടെയായിട്ട് കണ്ടതാണ് സ്റ്റുഡിയോയിലെ നൈറ്റ് വെയേഴ്സ്. കൊള്ളാം, നല്ലതാണ്. നല്ല കുറേ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. കണ്ടു, ഇതൊന്ന് ഓടിച്ചോട്ട് കാണിക്കരുത് കണ്ടോ. നൈറ്റ് വെയർ കളക്ഷൻസ് കുറേ ഉണ്ട് ഇപ്പോൾ ഇവിടെ. നല്ല കുറേ കളക്ഷൻസ് കേട്ടോ. ഞാനത് ഈയിടെ വളരെ റീസെൻ്റായിട്ടാണ് ഇവർ തുടങ്ങിയെന്ന് തോന്നുന്നു. അതോ ഞാനിനി കുറേ കാലം സ്റ്റുഡിയോയിൽ നിന്ന് ബ്രേക്ക് എടുത്തോണ്ടാണോന്നും എനിക്കറിയാൻ പാടില്ല. ഈയിടെ ഞാൻ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. സോ അങ്ങനെ നമ്മൾ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു പോവാണ്. സക്സസ്ഫുള്ളി ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റുഡിയോ വരെ വന്നിട്ട് ഞാനൊരു സാധനം പോലും വാങ്ങിക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ടല്ല, ഐ മീൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷേ എനിക്കിപ്പം കുറച്ചായിട്ട് ഒരു 5-6 മാസത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് സ്റ്റുഡിയോ വിസിറ്റ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങിപ്പോയത്. അപ്പോൾ എനിക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൊള്ളാം, നല്ലയാ. എൻ്റെ ഫുൾ ലുക്ക് നിങ്ങളെ ആരും കാണിച്ചില്ലല്ലോ. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. ഞാൻ നാരങ്ങ വെള്ളം കുടിക്കുന്ന കടയിൽ വന്നു. ഫ്രഷ് ലൈം കുടിക്കുന്ന നാരങ്ങ വെള്ളം എന്നായാലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് 10 നാരങ്ങയ്ക്ക് നാരങ്ങ വെള്ളം കിട്ടും. 15 രൂപയാണ് തോന്നുന്നു ഫ്രഷ് ലൈമിനാണ്. അത് 20 രൂപയാണ്. 15 രൂപയ്ക്ക് ഫ്രഷ് ലൈം കിട്ടും. പിന്നെ ഇവിടുത്തെ ഷേക്കിനൊക്കെ 60 രൂപയേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണേ. ഞാനൊരു പ്രാവശ്യം ഇവിടുന്ന് മാംഗോ ഷേക്ക് വാങ്ങിച്ച് കുടിച്ചു. അത് ആക്ച്വലി സ്ലോയിൽ നിന്ന് അകത്തോട്ട് പോലും പോകുന്നില്ല. അത്രയ്ക്ക് കുറുകത്തിൽ അത്ര നല്ലതായിട്ട് വെച്ചിരിക്കുന്ന ഷേക്ക്. ഇപ്പോൾ ഒരുമാതിരി സൺഗ്ലാസ് ഒക്കെ വെച്ച് വൃത്തികേടായിപ്പോയില്ല. ഞാൻ ഓർത്തില്ല സൺഗ്ലാസ് ഇടുന്ന കാര്യം. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇത് നല്ല കടയാണ്. ഞാൻ കാണിച്ചു തരാം കട.
ഈ ചേട്ടൻ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഷേപ്സ് എടുക്കും. ഇതല്ലേ ഈ ചേട്ടൻ ഈ ഗ്ലാസ് അല്ലേ ആ അത്രയും ഗ്ലാസ്. അത് ഉപ്പിലിട്ടാണോ ഈ പേരയ്ക്ക ഉപ്പിലിട്ടത്? നമുക്ക് പേരയ്ക്ക പേരയ്ക്കായാണോ ഉപ്പിലിട്ട് അത് അവർ ചോദിക്കണം. അത് ഉപ്പിലിട്ടതാണ്. ഭയങ്കര വെയിലല്ലേ ഇത്. പക്ഷെ ഇങ്ങനെ സൂര്യനെ ഒന്നും കാണാനും ഇല്ല. പക്ഷെ ഭയങ്കര വെയിൽ, ഭയങ്കര ചൂടും വെയിലും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു വല്ലാത്തൊരവസ്ഥ. അവിഞ്ഞു പോകുന്നു മനുഷ്യൻ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നാട്ടുകാരൊക്കെ എന്നെ നോക്കുക. എനിക്കാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും നോക്കുന്നതുകൊണ്ടൊരു ഒരു 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 ചമ്മലൊന്നും അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ. നാണമാനം എനിക്കില്ല. പക്ഷെ എന്തോ ഒരു ഫീല്, ഇതെന്താ എല്ലാവരും എന്നെ നോക്കുന്നതെന്നുള്ളൊരു ഫീലാണ്. മാറുമായിരിക്കുമല്ലേ പയ്യെ പയ്യെ. സോ അങ്ങനെ നമ്മൾ ടാറ്റ ബൈ ബൈ പറയാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വ്ളോഗ് എടുക്കാൻ അറിയാത്തതിൻ്റെ കുറേ പോരായ്മകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം. ഇപ്പോൾ ക്യാമറ പിടിക്കുന്നതിലാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ബൈ.